നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. മഹാഭാരതത്തിലൂടെ തീർത്ഥാടനം 12ാം ഭാഗത്തേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ തീർത്ഥാടനം എന്ന ഭാഗത്തിലൂടെ കടന്നു പോകുന്നതോടൊപ്പം തന്നെ ഈ സമൂഹം നേരിടുന്ന ചില വിഷയങ്ങളെക്കുറിച്ചും ഈ ഭാഗങ്ങളിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഹാഭാരതത്തോടൊപ്പം തന്നെ നമുക്ക് സാമൂഹ്യ വിഷയങ്ങളും ഒന്ന് ആലോചിച്ചുകൊണ്ട് കടന്നു പോകാം. നമുക്കറിയാം, ഈശ്വരൻ്റെ സൃഷ്ടികളാണ് നാമൊക്കെ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വ ജീവജാലങ്ങൾ. ഓരോ ജീവനും വളരെ പ്രാധാന്യമുള്ളതും വളരെ വിലയുള്ളതുമാണ്. എന്നാൽ ഒരു ജീവൻ മറ്റൊരു ജീവന് ഹാനികരമായി തീരുമ്പോൾ, ഒരു ജീവൻ മറ്റൊരു ജീവന് ഉപദ്രവകരമായി തീരുമ്പോൾ, ആ ഉപദ്രവകരമാകുന്ന ആ ജീവനെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നാം കേൾക്കുന്ന വാർത്തകളാണ്. കുരുന്നു ബാല്യങ്ങളടക്കം മനുഷ്യരാശി അനുഭവിക്കുന്ന ഒരു വിപത്ത് നമ്മുടെ നാട്ടിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണമാണ്. കുരുന്നു ബാല്യങ്ങളടക്കമുള്ള മനുഷ്യ ജീവൻ ആ നായ്ക്കളുടെ ആക്രമണം മൂലം അവരുടെ ജീവൻ നഷ്ടപ്പെടുകയോ അപകടങ്ങൾ പറ്റുകയോ ചെയ്യുന്ന വാർത്ത ഇന്ന് സർവ്വസാധാരണമാണ്. ഒരു മനുഷ്യൻ്റെ, ഒരു പൗരൻ്റെ ജീവന് അല്ലെങ്കിൽ അവൻ്റെ ആ അവകാശങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഭരണകൂടങ്ങൾ പലപ്പോഴും ഈ തെരുവുനായ ആക്രമണങ്ങൾക്ക് മുന്നിൽ നിശബ്ദരായി ഇരിക്കുന്നത് കാണുന്നത് നീതീകരിക്കാനാവാത്ത തെറ്റ് തന്നെയാണെന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. നമുക്കറിയാം, ഈ തെരുവിൽ ഈ നായ്ക്കൾ എങ്ങനെ ഇത്രയധികം കൂടുന്നു, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് സംശയം തന്നെയാണ്. ഓമനിച്ച് വളർത്തിയ, കട്ടിലിൽ കൂടെ കിടത്തിയ ഭാര്യയും ഭർത്താവിനെയും കിടത്താൻ പഠിക്കുമ്പോൾ പോലും ഓമനിക്കുന്ന നായയെ കൂടെ കിടത്തി ലാളിക്കുന്ന ഓരോരുത്തരും ആ നായയ്ക്ക് വയസ്സാവുമ്പോൾ, ആ നായയുടെ ഗുണം നഷ്ടപ്പെടുമ്പോൾ തെരുവിലേക്ക് ഇറക്കി വിടുന്നത് ഇന്ന് നാം കാണുന്നൊരു പ്രവണതയാണ്. ഒരു തെരുവ് നായയെയും ഉന്മൂലനം ചെയ്യണമെന്നല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്. മറിച്ച് മനുഷ്യരാശിക്ക് ഉപദ്രവകരമാകുന്ന ഈ തെരുവ് നായ ആക്രമണം എന്ന വിപത്തിനെ നിയന്ത്രിക്കുവാൻ ഭരണകൂടങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകണമെന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ സൂചന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കടന്നു പോകാം. കഴിഞ്ഞ അധ്യായം ഈശ്വരൻ്റെ അനുഗ്രഹമില്ലാതെ ഒരു വിജയവും ഉണ്ടാകില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. നമുക്കറിയാം, നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും പ്രശംസകൾ കൊണ്ട് നമ്മൾ മൂടുമ്പോഴും എത്ര സദ്ഗുണങ്ങൾ ഉള്ളവനാണെങ്കിൽ പോലും അവനിലേക്ക് അറിയാതെ കടന്നു വരുന്ന ഒരു വികാരമാണ് അഹങ്കാരം. അങ്ങനെയുള്ള അഹങ്കാരം എന്ന വികാരം കടന്നു വരുമ്പോൾ ആ അഹങ്കാരം സിദ്ധിച്ചവൻ, അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ആ വികാരം കടന്നു വന്നവൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ വിപത്ത്, അഹങ്കാരം എന്ന വിപത്ത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒട്ടേറെ അടികൾ ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്. നമുക്കൊക്കെ തന്നെ ലഭിക്കാറുണ്ട്. കാരണം നമ്മൾ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടാകാം, പ്രശംസകൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ല, നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അതിൻ്റെ ഭാഗമായി വരുന്ന അഹങ്കാരം കൊണ്ട് ചിലപ്പോൾ മനസ്സിലേക്ക്, അല്ലെങ്കിൽ ആ അഹങ്കാരം മനസ്സിലേക്ക് എത്തുമ്പോൾ നമ്മളൊക്കെ തന്നെ പലവിധ അടികളും ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളവരാകാം. അപ്പോൾ മഹാഭാരതവും ഇത്തരത്തിലുള്ള ഉള്ളവരായിരുന്നു മഹാഭാരതത്തിലെ പല കഥാപാത്രങ്ങളും. അവരിലേക്ക് ഇത്തരത്തിലുള്ള അഹങ്കാരങ്ങൾ കടന്നു വരുമ്പോൾ അവർക്കും കിട്ടുന്ന രസകരമായ ചില അടികൾ മഹാഭാരതത്തിലെ ഒട്ടേറെ സന്ദർഭങ്ങളിലൂടെ നമ്മളെ അറിയിക്കുന്നുണ്ട്. അതിലൊരു 2 സന്ദർഭങ്ങളുമായിട്ട് നമുക്ക് ഈ അധ്യായം മുന്നോട്ട് പോകാം. ചൂതുകളിയിൽ പരാജയപ്പെട്ട് രാജ്യം നഷ്ടപ്പെട്ട പാണ്ഡവർ തൻ്റെ ഭാര്യയും ഒരുമിച്ച്, പാഞ്ചാലി എന്ന തങ്ങളുടെ സഹധർമ്മിണിയും ഒരുമിച്ച് കാട്ടിലേക്ക് പോവുകയാണ്. ആ കാട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിലെ ധാരണ, അവരുടെ മനസ്സിലെ ചിന്ത തിരികെ വരുമ്പോൾ നഷ്ടപ്പെട്ട സാമ്രാജ്യം നേടിയെടുക്കുന്നതിന് ഒരു യുദ്ധം കൂടിയേ മതിയാകൂ എന്ന ചിന്ത അവരിലുണ്ട്. അല്ലാതെ സമാധാനത്തോടുകൂടി ദുര്യോധനൻ രാജ്യം വിട്ടുതരികയില്ല എന്ന ഉറപ്പ് അവർക്കുണ്ട്. അപ്പോൾ അവരുടെ ആ യാത്രയിലും തുടർന്ന് വനവാസ കാലത്തും അവരുടെ ചിന്ത എങ്ങനെ ഈ യുദ്ധത്തെ നേരിടാം,
ഈ യുദ്ധത്തെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നുള്ളതായിരുന്നു. ഭീഷ്മരും ദ്രോണരും കർണനും അടക്കമുള്ള മഹാരഥന്മാർ, ഭരണമുണ്ട് ദുര്യോധൻ്റെ കൂടെയുള്ള രാജാക്കന്മാർ, ഇങ്ങനെയുള്ള മഹാരഥന്മാരെ നേരിടുമ്പോൾ തങ്ങളുടെ കയ്യിലുള്ള ആയുധം മതിയാകുമോ, തങ്ങളുടെ സൈനിക ശക്തി മതിയാകുമോ എന്ന ചിന്ത ഉറക്കം നഷ്ടപ്പെട്ടവരായി പാണ്ഡവരെ മാറ്റുന്നുണ്ട്. അതിനവർ കണ്ട പ്രതിവിധി കൂടുതൽ ആയുധങ്ങൾ സ്വരൂപിക്കുക. നമുക്കറിയാം, ഇന്ന് ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ രാജ്യവും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുവാൻ ഉപയോഗിക്കുന്ന പണം നമുക്കറിയാം. അതുപോലെ തന്നെ പാണ്ഡവർക്കും അത് പണമില്ല, പക്ഷേ എങ്ങനെ ആയുധങ്ങൾ സ്വരൂപിക്കാം എന്നതിനെക്കുറിച്ചൊരു ചിന്തയായിരുന്നു. ആ ചിന്ത അവരെ കൊണ്ട് ചെന്ന് എത്തിച്ചത് ദേവന്മാരെ പ്രീതിപ്പെടുത്തി, തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി ആയുധങ്ങൾ കൈവശമാക്കുക എന്നുള്ളതായിരുന്നു. പാണ്ഡവരിൽ മൂന്നാമനായ അർജുനൻ പോകുകയാണ് വനത്തിലേക്ക്, പരമശിവനെ തപസ് ചെയ്ത് ആയുധങ്ങൾ പ്രീതിപ്പെടുത്തി ആയുധങ്ങൾ കൈവശമാക്കാൻ. അങ്ങനെ അർജുനൻ തപസ് തുടങ്ങി. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടു. ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തു. ഇല മാത്രം കൊഴിഞ്ഞു വീഴുന്ന മരത്തിൽ നിന്ന്, വൃക്ഷത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ടും അവസാനം നിരാഹാരനായി ഭക്ഷണം കഴിക്കാതെയും അർജുനൻ്റെ ഘോര തപസ് തുടർന്നു. അർജുനൻ്റെ ഘോര തപസ്സിനാൽ ഈ ലോകം മുഴുവൻ, ദേവലോകമടക്കമുള്ള സർവ്വലോകങ്ങളും ഉഷ്ണം വ്യാപിച്ചു, ചുട്ടു നീറുവാൻ തുടങ്ങി. പരിഭ്രാന്തരായ ദേവന്മാർ പരമശിവൻ്റെ അടുത്തേക്ക് എത്തി. ലോകം അനുഭവിക്കുന്ന, അർജുനൻ്റെ തപസ് മൂലം ലോകം അനുഭവിക്കുന്ന ആ ദുരിതത്തെക്കുറിച്ച് പരമശിവനോട് പറഞ്ഞു. അപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ അർജുനൻ്റെ തപസ്സിൽ വളരെ സംപ്രീതരായി ഇരിക്കുന്ന പരമശിവൻ പറയുകയാണ്, ഞാൻ പോകുന്നു. അർജുനെ കാണുന്നുണ്ട്, അർജുനന് ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ വെറുതെയല്ല, ഒരു പരീക്ഷ നടത്തിയിട്ട് ഞാൻ അർജുനന് ആഗ്രഹം സാധിച്ചു കൊടുക്കും. അങ്ങനെ പരമശിവൻ അർജുനൻ തപസ് ചെയ്യുന്ന വനത്തിലേക്ക് എത്തുന്നു. ഒരു കിരാതൻ്റെ വേഷത്തിലാണ് പരമശിവനോട് എത്തുന്നത്. ആ എത്തുന്ന സമയം തന്നെ തപസ് ചെയ്യുന്ന അർജുനനെ ആക്രമിക്കാൻ ഒരു പന്നി തയ്യാറെടുക്കുകയാണ്. അർജുനൻ ഇത് കാണുന്നു. തന്നെ ആക്രമിക്കാൻ വരുന്ന പന്നിയെ വധിക്കാൻ വേണ്ടി അർജുനൻ അമ്പ ചെയ്യാൻ തയ്യാറാകുന്നു. ഈ പന്നിയെ വധിക്കാൻ കിരാതനും അമ്പ ചെയ്യാൻ തയ്യാറാകുന്നു. ഇവ രണ്ടുപേരും എയ്യുന്ന അമ്പ് ഒരേ സമയം പന്നിയുടെ മേത്ത് പതിക്കുകയാണ്. പന്നി വധിക്കപ്പെടുകയാണ്. അപ്പോൾ തങ്ങളുടെ അമ്പിനാലാണ് പന്നി വധിക്കപ്പെട്ടത് എന്ന് കിരാതനും അർജുനനും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നു, തർക്കം നടക്കുന്നു. ആ തർക്കം അവസാനം ഒരു പോരാട്ടത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അർജുനനും കിരാതനും തമ്മിൽ ഉജ്ജ്വലമായ പോരാട്ടം അവിടെ നടക്കുന്നു. പക്ഷെ അർജുനൻ്റെ മനസ്സിലുണ്ട്, വില്ലാളി വീരനാണ് ഞാൻ, ഒരു കിരാതനെ തോൽപ്പിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല, എനിക്ക് എളുപ്പമാണ് എന്ന ചിന്തയോടുകൂടി കിരാതനെ നേരിടുന്ന അർജുനൻ ആ യുദ്ധത്തിൽ തളരുകയാണ്, അവശനാവുകയാണ്. താൻ തളർന്നു പോകുന്നു, താൻ അവശനാകുന്നു, താൻ യുദ്ധത്തിൽ പരാജയപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ അർജുനൻ തപസ്സിൽ താൻ പൂജിച്ചിരുന്ന ശിവലിംഗത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. ആ ശിവലിംഗത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ പുഷ്പവും ആ ലിംഗത്തിലേക്ക് അർച്ചിക്കുന്നു. അപ്പോൾ അർജുനൻ കാണുകയാണ്, താൻ അർച്ചിക്കുന്ന പുഷ്പമൊന്നും ശിവലിംഗത്തിൽ എത്തുന്നില്ല, മറിച്ച് കിരാതൻ്റെ പാദങ്ങളിലേക്കാണ് പുഷ്പം എത്തുന്നത് എന്ന് അർജുനൻ കാണുന്നു. അവിടെ അർജുനൻ തിരിച്ചറിയുകയാണ്, കിരാതൻ മറ്റാരുമല്ല, താൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ച, തപസ് ചെയ്ത് കാണുവാൻ ആഗ്രഹിച്ച പരമശിവനാണ്, മഹാദേവനാണ് എന്ന് അർജുനൻ അവിടെ തിരിച്ചറിയുകയാണ്. ചെന്ന് മഹാദേവൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് തൻ്റെ തെറ്റിന് പശ്ചാത്തലവിശനായ അർജുനൻ തൻ്റെ തെറ്റിന് മാപ്പരയ്ക്കുകയാണ്. അർജുനനിൽ സംപ്രീതനായ പരമശിവൻ തൻ്റെ ശരിയായ രൂപം എടുക്കുകയും അർജുനനെ അനുഗ്രഹിക്കുകയും പാശുപതാസ്ത്രം എന്ന അതിവിദഗ്ധമായ ഒരു ആയുധം അർജുനന് സമ്മാനിക്കുകയാണ്. വില്ലാളി വീരൻ എന്ന അഹങ്കാരമുണ്ടായ അർജുനന് കിരാതമൂർത്തിയായ മഹാദേവൻ വന്ന് ഒരു താക്കീതും കൂടി കൊടുക്കുകയാണ്, അഹങ്കാരത്തിന് അർത്ഥമില്ല എന്ന രീതിയിൽ. ആ തപസ് ചെയ്ത് പാശുപതാസ്ത്രം മഹാദേവനിൽ നിന്ന് മേടിച്ച് തൻ്റെ സഹോദരങ്ങളെ കാണുവാൻ പോവുകയാണ്. രണ്ടാമതൊരു ഉദാഹരണം കൂടിയുണ്ട്. പാണ്ഡവരിൽ രണ്ടാമനാണ് വൃഗോദരൻ എന്ന് വിളിക്കുന്ന ഭീമസേനൻ. താൻ ബലവാനാണെന്നും തന്നെ തോൽപ്പിക്കാൻ തന്നെക്കാൾ ബലവാന്മാരാരുമില്ല എന്നും ഒരു തോന്നൽ ഭീമസേനുണ്ട്. അങ്ങനെ ഇരിക്കെ അർജുനൻ തപസ്സിന് പോയ സമയത്ത് ഭീമസേനൻ അടക്കമുള്ള 4 പാണ്ഡവരും ദ്രൗപദിയും ഒരുമിച്ച് കാട്ടിൽ താമസിക്കുന്നു. ആ സമയത്ത് ഒരു ദിവസം കാറ്റ് കൊണ്ടുവന്ന് കുറച്ച് പുഷ്പങ്ങൾ ദ്രൗപദിക്ക് കിട്ടുകയാണ്. ആ പുഷ്പങ്ങൾ നല്ല സുഗന്ധമുള്ള, നല്ല ഭംഗിയുള്ള, സൗന്ദര്യമുള്ള പുഷ്പങ്ങൾ ദ്രൗപദിക്ക് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ കുഴപ്പം? നമുക്കൊക്കെയുള്ള പോലെ
പൂന്താനം നമ്പൂതിരി പറഞ്ഞ പോലെ 1 കിട്ടിയാൽ 10 വേണമെന്നും 10 കിട്ടിയാൽ 100 വേണമെന്നും 100 കിട്ടിയാൽ 1000 വേണമെന്നും ആഗ്രഹമുള്ളവരാണ് മനുഷ്യർ. ദ്രൗപദിക്കും ഇതുപോലെ ആഗ്രഹം വന്നു, കുറച്ചുകൂടി പുഷ്പം വേണം. ഇത് തൻ്റെ ഭർത്താവായ ഭീമസേനോട് പറയാം. ദ്രൗപദിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭർത്താവ് അർജുനാണെങ്കിലും, കുറച്ച് കൂടുതൽ ഇഷ്ടം അർജുനോടാണെങ്കിലും ദ്രൗപദിയുടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കാൻ ചെയ്യാറ് ഭീമസേനാണ്, ദൃഗോദരൻ. അങ്ങനെ ദ്രൗപദി ആഗ്രഹം ദൃഗോദരനോട് പറഞ്ഞപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി പുഷ്പമന്വേഷിച്ച് ഭീമസേനൻ യാത്ര തിരിച്ചു. ആ യാത്ര എത്തിച്ചേർന്നത് കദളീവനത്താണ്. വനത്തിലേക്ക് കയറിയ ഭീമൻ തൻ്റെ ശക്തി കാണിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള മരങ്ങളൊക്കെ തല്ലി തകർത്തു, ആക്രോശിച്ചു, ബഹളം വെച്ചുകൊണ്ടാണ് വനത്തിലേക്ക് ചെല്ലുന്നത്. വനത്തിൻ്റെ കുറച്ചു ഭാഗം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രായം എന്ന വാനരൻ കിടക്കുകയാണ്. ഭീമസേനൻ തൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ വാനരനോട് എണീറ്റ് പോകാൻ പറഞ്ഞു, വഴി മാറാൻ പറഞ്ഞു. വാനരൻ പറഞ്ഞു, ഞാൻ വാർദ്ധക്യത്തിൽ വളരെ ബുദ്ധിമുട്ടി കിടക്കുകയാണ്, എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല, താങ്കൾ അതിൻ്റെ വാലെടുത്ത് മാറ്റി വെച്ച് പൊക്കോളൂ. ഒരു കുരങ്ങൻ്റെ വാലല്ലേ, വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുമെന്ന് ഭീമൻ വിചാരിക്കുകയാണ്. ഭീമൻ കൈകൊണ്ട് വാലെടുത്ത് പൊക്കാൻ നോക്കി, നടന്നില്ല. അത് കഴിഞ്ഞ് ഗദ കൊണ്ട് നോക്കി, നടന്നില്ല. ഭീമസേനന് മനസ്സിലായി ഇത് വെറും വാനരനല്ല. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് തൻ്റെ ജ്യേഷ്ഠനായ വായുപുത്രനായ ആഞ്ജനേയനാണ്, ഹനുമാനാണ് എന്ന് ഭീമസേനന് മനസ്സിലാക്കുകയും ഭീമസേനൻ തൻ്റെ ജ്യേഷ്ഠനോട് ക്ഷമ ചോദിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. തൻ്റെ അനുജനെ കണ്ട സന്തോഷത്തിൽ ഹനുമാനും കെട്ടിപ്പിടിച്ച് ഭീമസേനുമായി ആ സ്നേഹം പങ്കിടുന്നു. തുടർന്ന് കല്യാണ സൗന്ദര്യം എന്ന പുഷ്പമുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുകയും ഭീമസേനൻ ആ പുഷ്പം പറിച്ച് ദ്രൗപദിക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്യാം. ഇവിടെ പരമശിവന് അർജുനോട് വിരോധമില്ല, ഭീമസേനോട് ഹനുമാന് വിരോധമില്ല. പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള അഹങ്കാരം എന്ന വികാരത്തെ ഇല്ലാതാക്കാനുള്ള ചെറിയൊരു താക്കീതായിട്ടാണ് കിരാതൻ്റെ വേഷത്തിൽ പരമശിവനും വൃദ്ധനായ വാനരനായി ഹനുമാനും അവിടെ എത്തിച്ചേർന്നു. കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് തയ്യാറെടുക്കുന്ന ദുര്യോധനൻ്റെ സംഘവുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ആ പാണ്ഡവരിൽ ശക്തിയുള്ള ഭീമസേനും അർജുനും തെറ്റായ രീതിയിൽ അഹങ്കാരം അവരുടെ മനസ്സിലേക്ക് വന്നാൽ ആ യുദ്ധത്തിൽ അവർക്ക് വിനയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പരമശിവനും ഹനുമാനും അവർക്ക് ചെറിയ താക്കീത് ഈ രീതിയിൽ കൊടുത്തത്. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ ഒട്ടേറെ പാഠങ്ങളുണ്ട്. ഓരോ വിജയവും ആ വിജയത്തിലൂടെ വരുന്ന അഹങ്കാരത്തെ ആ തുടക്കത്തിൽ തന്നെ നുള്ളിക്കളഞ്ഞ് ഓരോ വിജയത്തിലൂടെയും കൂടുതൽ വിനയാന്വിതനാകുകയും ആ വിനയാന്വിതനായി പ്രവർത്തിക്കുകയും ചെയ്താലേ വിജയങ്ങൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. മനുഷ്യ സഹജമായ അഹങ്കാരം എന്ന വികാരം പാടെ നീക്കണം എന്നതാണ് മഹാഭാരതം ഇത്തരം സന്ദർഭങ്ങളിലൂടെ കാണിക്കുന്നത്. നമുക്കും അതിന് സാധിക്കട്ടെ. അഹങ്കാരമില്ലാതെ വിനയാന്വിതനായി കർമ്മമേഖലകളിലും കുടുംബജീവിതത്തിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനാണ് ഇത്തരം ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് തരുന്ന അറിവുകൾ. ഉറക്കം നഷ്ടപ്പെട്ട 2 രാജാക്കന്മാരുടെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ഭാഗം വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.